നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ജോലി ഒരാൾ ആക്രമിക്കപ്പെടുമ്പം അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ചെയ്യേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാതെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് സത്യമാണ് എങ്കിൽ അത് വളരെ നിർഭാഗ്യകരമാണ് എന്നേ പറയാനുള്ളൂ. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള പ്രതീക്ഷയല്ല WCCക്കുള്ളത്. അപ്പോൾ ഈ ഖണ്ഡികകൾ അല്ലെങ്കിൽ ചില പേജുകൾ അത് ആരെങ്കിലും സംരക്ഷിക്കാനായിരിക്കുമോ ഒഴിവാക്കിയിട്ടുണ്ടാവുക? സർക്കാരിൻ്റെ കയ്യിൽ നിന്നും അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് സമീപിക്കാൻ പറ്റുക? പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട ഈ 4.5 വർഷത്തെ സ്റ്റാഗ്നേഷൻ അത്ര നമ്മളെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോഴും പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഇത് തന്നെയേ ഉള്ളൂ ഓപ്ഷൻ. ആരാണോ അധികാരത്തിലുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഓരോ സമയത്തും കാണാൻ പോയിട്ടുള്ളത്. നമ്മൾ പോയി പരാതി കൊടുക്കുന്നത് ഒരു ഓഫീസിലാണ്. അത് ഇച്ഛാശക്തിയുള്ള ഒരു പേഴ്സണാണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ അവർ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ അതിനെന്തെങ്കിലും നടപടിയെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മളോട് തന്നെ, അതായത് WCC ഇത്രയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ വായിക്കുന്നുണ്ട്. അതിൽ മൊഴി കൊടുത്ത സ്ത്രീകളൊക്കെ ശരിക്കും അവർ ജീവൻ തന്നെ ഇത് വെച്ചിട്ട് പറഞ്ഞ മൊഴികളാണ്. അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അപ്രോച്ച് ചെയ്യാത്തത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഇപ്പോഴും മിണ്ടേണ്ടതില്ല എന്നുള്ളത്, ദാറ്റ് ഇറ്റ്സ് ഓക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഓക്കെ അല്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഓക്കെ. അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇതേപോലെ പോവുകയോ ചോദിക്കുകയോ ചെയ്യാത്തത് വളരെ കഷ്ടമാണ്, ഖേദകരമാണ്. ഈ വലിയ ആൾക്കാർ എല്ലാത്തിനെ പറ്റിയും പറയാറുണ്ടല്ലോ, ഉദ്ഘാടനങ്ങൾക്ക് വരാറുണ്ടല്ലോ. ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കേണ്ടെന്നാണ് സിനിമയിൽ ആരും, പ്രബല സ്ഥാനത്തിരിക്കുന്ന ആരും കമൻറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന ശുഷ്കാന്തി അവരെ നേരെ കാണിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്.